നമസ്കാരം. ഞാൻ പറഞ്ഞതൊന്നും പിൻവലിക്കുന്നില്ല, അത് നിലനിൽക്കും. ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു വീണ്ടും ആരോപിക്കുന്നത്. പറഞ്ഞതൊന്നും മാറ്റി പറയുന്നില്ല, അതെല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ്. കോൺഗ്രസുകാർക്ക് പരാതി നൽകുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്യാം. എന്നാൽ ഒന്ന് മാത്രമേ പറയാനുള്ളൂ: അനാവശ്യമായി കോലിട്ട് ഇളക്കാൻ വന്നാൽ അതിന്റെ വലിയ പ്രത്യാഘാതം ആരാണ് നേരിടേണ്ടി വരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് സുരേഷ് ബാബുവിന്റെ ഭീഷണി. ഷാഫിയെ വീഴ്ത്തണമെന്ന് പറഞ്ഞ് കോൺഗ്രസിനകത്ത് നടക്കുന്ന ചിലരുണ്ട്. അവർ ചിലപ്പോൾ പരാതിയുമായി പോകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കളിൽ ഉണ്ടാവുന്ന വ്യക്തിപരമായ അശ്ലീലം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. കേരളത്തിലെ വികസനവും ക്ഷേമവുമാണ് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത്. അതാണ് CPIM അഭിപ്രായം. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം വെറുതെ പറഞ്ഞു പോയല്ല, കാര്യത്തിൽ വ്യക്തതയുണ്ട്. എന്നാൽ അതൊന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കൈയും വെട്ടും കാലും വെട്ടുമെന്ന പ്രയോഗമെല്ലാം മുദ്രാവാക്യത്തിന്റെ രസത്തിനായി പ്രാസം ചേർത്ത് പറഞ്ഞതായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഷാഫി എന്തിനാണ് ഇത്രയും ആരോപണങ്ങൾ ഉയർന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ഷാഫിയുടെ നിർബന്ധത്തിന് പിന്നാലെയാണ് രാഹുലിനെ പാലക്കാട് മത്സരിപ്പിച്ചത്. പേരിന് മാത്രം രാഹുലിനെ പുറത്താക്കി പരിപൂർണ സംരക്ഷണം നൽകുകയാണ് കോൺഗ്രസ് എന്നും സുരേഷ് ബാബു പറഞ്ഞു. ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ഷാഫി ട്രിപ്പ് വിളിക്കും. സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ എന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ ആരോപണം. ഷാഫി മാത്രമല്ല, കോൺഗ്രസിലെ പല നേതാക്കന്മാരും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ അധ്യാപകരാണ്. സഹികെട്ടാണ് VD സതീശൻ രാഹുലിനെതിരെ നടപടിയെടുത്തത്. കൊത്തി മുറത്തിൽ കയറി കൊത്തിയപ്പോൾ സതീശന് രാഹുലിനെതിരെ നടപടിയെടുക്കേണ്ടി വന്നു. സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗാണ് അവർക്ക് മാതൃകയെന്നുമാണ് സുരേഷ് ബാബു പറഞ്ഞത്. സമയമാകുമ്പോൾ ഷാഫിക്കെതിരെ തെളിവുകൾ പുറത്തുവിടുമെന്ന വെല്ലുവിളിയും അദ്ദേഹം ഉയർത്തി. എന്നാൽ തനിക്കെതിരെ CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു നടത്തിയത് ആരോപണമല്ല, അധിക്ഷേപമെന്നാണ് KPCC വർക്കിംഗ് പ്രസിഡന്റും പാലക്കാട് മുൻ MLAയുമായ ഷാഫി പറമ്പിൽ MP വ്യക്തമാക്കിയിരിക്കുന്നത്. അധിക്ഷേപവും വ്യക്തിഹത്യമാണോ 2026 ഇടതുപക്ഷത്തിന്റെ പ്രചാരണായുധമെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണോ അടുത്ത തെരഞ്ഞെടുപ്പുകൾ നേരിടുന്നതെന്നും CPIM വ്യക്തമാക്കണം. സുരേഷ് ബാബുവിന് മറുപടി നൽകേണ്ടത് താനല്ല, CPIM നേതൃത്വമാണ്. നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കും, അതേ ഭാഷയിൽ താൻ മറുപടി പറയുന്നില്ല. ഇതാണോ CPIMന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ? സുരേഷ് ബാബു മറുപടി പോലും അർഹിക്കുന്നില്ലെന്നാണ് ഷാഫി പറമ്പിൽ തുറന്നടിച്ചത്. സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ആലത്തൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം ഷാഫി പറമ്പിൽ MPക്കെതിരായ സുരേഷ് ബാബുവിന്റെ ആരോപണത്തിൽ കക്ഷി ചേരാനില്ലെന്ന് CPIM മുതിർന്ന നേതാവ് AK ബാലൻ വ്യക്തമാക്കി. ആരോപണം ഉന്നയിച്ചവർ തന്നെ തെളിവ് പുറത്തുവിടട്ടെ എന്നായിരുന്നു AK ബാലന്റെ പ്രതികരണം. തനിക്കും എന്തെങ്കിലും ആരോപണമുണ്ടെങ്കിൽ താൻ ഉന്നയിക്കുമല്ലോ എന്നും നിലവിലെ ആരോപണങ്ങൾ അവർ തമ്മിലായിക്കോട്ടെ എന്നും പറഞ്ഞ് കൈയൊഴിയുകയായിരുന്നു AK ബാലൻ. EN സുരേഷ് ബാബുവിന്റെ ആരോപണത്തെ ചൊല്ലി CPIMൽ തന്നെ അഭിപ്രായ ഭിന്നത ഉടലെടുക്കുന്ന കാഴ്ചയാണ്. ഷാഫി പറമ്പിലിനെതിരായ ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം ഏറ്റെടുക്കാതെയാണ് CPIM നേതാക്കളുടെ പ്രതികരണം. ജില്ലാ സെക്രട്ടറിക്ക് ആരോപണമുണ്ടെങ്കിൽ അദ്ദേഹം തെളിവുകൾ പുറത്തുവിടട്ടെ എന്നാണ് CPIM നേതാക്കൾ പ്രതികരിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവ് പരാതി കൊടുത്തിട്ടും പാർട്ടി വെട്ടിലാക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ MLA ചുമതലയിൽ നിന്ന് നീക്കുകയാണ് വേണ്ടതെന്നും മറ്റു വിഷയങ്ങൾ ഉന്നയിച്ച് വഴിതിരിച്ചു വിടേണ്ടെന്നും NN കൃഷ്ണദാസ് പ്രതികരിച്ചു. സതീശന്റെ പാർട്ടിയല്ലല്ലോ CPM. സതീശന്റെ സ്വപ്നലോകത്തിനാണ് കാര്യങ്ങൾ പറയുന്നത്. സതീശന്റെ നെഞ്ചത്ത് രാഹുൽ കയറി, അപ്പോൾ സതീശൻ നടപടിയെടുത്തു. സതീശനെതിരെ പുതിയ ഗ്രൂപ്പ് രൂപീകരിച്ച് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചപ്പോൾ സതീശൻ തിരിച്ചടിച്ചുവെന്നാണ് സുരേഷ് ബാബു പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി എന്നും നല്ലൊരാളെ കണ്ടാൽ ഹെഡ് മാസ്റ്റർ ബംഗളൂരുവിലേക്ക് വിളിക്കുമെന്നുമാണ് കഴിഞ്ഞ ദിവസമേ സുരേഷ് ബാബു പ്രതികരിച്ചത്. നേതാക്കൾ പേടിക്കുന്നത് വേറെയൊന്നും കൊണ്ടല്ല, ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ആളാരാണ്? ഇയാളെ MLA ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചു കൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ്. രാഹുൽ രാജിവെക്കണം എന്ന് പറയുവാൻ ഷാഫി പറമ്പിൽ തയ്യാറാകുമോ? തയ്യാറാകില്ല. കാരണം എന്താ? ഇക്കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ്. ഇവനേക്കാൾ കൂടുതൽ ചില ആളുകളെ കാണുമ്പോൾ പരസ്യമായി നേരിട്ട് ചോദിക്കുകയാണെന്നാണ് പറയുന്നത്. ഇതൊന്നും ഞാനിവിടെ പറയുന്നില്ല. സത്യം പറഞ്ഞാൽ അതിശയം തോന്നുകയാണ്. ഒരാളെ നന്നായി കണ്ടാൽ ഹെഡ് മാസ്റ്റർ ബംഗളൂരിലേക്ക് ട്രിപ്പ് പോയല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും മിണ്ടുമോ? ഹെഡ് മാസ്റ്ററിനും മുകളിലുള്ള അധ്യാപകരുമാണ് ബാക്കി എല്ലാവരും. അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ ഒരു അക്ഷരം മിണ്ടാത്തത്. VD സതീശൻ പുറത്താക്കിയെന്ന് പറയാൻ ഒരു പ്രധാന കാരണമുണ്ട്. അത് ഞങ്ങൾ പിന്നെ വെളിപ്പെടുത്താം. മുറത്തിൽ കയറി കൊത്തി എന്നാണ് കേൾക്കുന്നതെന്നുമാണ് EN സുരേഷ് ബാബു ആരോപിക്കുന്നത്.
രൂക്ഷ പ്രതികരണവുമായി ടി സിദ്ദിഖ് MLA രംഗത്ത് വന്നിരുന്നു. ഷാഫിയെ തൊടാനും ആക്രമിക്കാനും പൊതുസമൂഹം അനുവദിക്കില്ലെന്ന് സിദ്ദിഖ് പറഞ്ഞു. ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയും പൊതുമധ്യത്തിൽ അപമാനിക്കുകയും ചെയ്യുന്നത് CPMന്റെ ശൈലിയാണ്. യുവജനങ്ങളുടെ മുന്നേറ്റം കേരളത്തിലെ കോൺഗ്രസിലുണ്ട്. യുവ നേതാക്കളെ ഒറ്റതിരിഞ്ഞ് അപമാനിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. അതിന്റെ ഭാഗമാണ് ഷാഫിക്കെതിരായ ആക്രമണം. അതിനെയെല്ലാം കോൺഗ്രസ് അതിജീവിക്കും. ഷാഫി മത്സരിക്കുമ്പോൾ സാമുദായികമായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തി. ഇപ്പോൾ മറ്റൊരു രീതിയിൽ ഷാഫി അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. ബൽറാമിനെതിരെയും ആക്രമണമുണ്ടായി. തനിക്കെതിരെ ക്വട്ടേഷൻ മാഫിയ ക്രിമിനൽ സംഘത്തലവൻ എന്ന് പറഞ്ഞാണ് CPM കൽപ്പറ്റയിൽ പ്രകടനം നടത്തിയത്. CPMന്റെ അപമാനിക്കൽ പേടിക്കുന്നവരല്ല കോൺഗ്രസുകാർ. CPMനെ കുറിച്ച് പൊതുസമൂഹത്തിന് കൃത്യമായി അറിയാം. ആദ്യം പട്ടിയെന്ന് വിളിക്കും, പിന്നീട് പേപ്പട്ടിയാക്കും, പിന്നെ തല്ലിക്കൊല്ലാനുള്ള നടപടിയെടുക്കും. ആ തല്ലിക്കൊല്ലലും CPMന്റെ സ്വഭാവം പൊതുസമൂഹത്തിന് കൃത്യമായി അറിയാമെന്നും ടി സിദ്ദിഖ് മാധ്യമങ്ങളോട് തുറന്നടിച്ചു. ഈ പ്രസ്താവനയ്ക്ക് വിവാദമായതോടെ വിശദീകരണമായി EN സുരേഷ് ബാബു രംഗത്ത് വരികയായിരുന്നു. ആദ്യ പ്രസ്താവനയിലെ പരാമർശത്തിൽ താൻ ഷാഫി പറമ്പിൽ എന്ന പേര് പറഞ്ഞിട്ടില്ലെന്നും ഷാഫി നിയമപരമായി നീങ്ങട്ടെ എന്നുമായിരുന്നു വിശദീകരണം. രാഹുലിനെ ഹെഡ്മാഷ് എന്ന പേരിലാണ് ആരോപണം ഉന്നയിച്ചത്. എന്നാൽ ഷാഫി തന്നെ അത് ഏറ്റെടുത്തു. കുമ്പളങ്ങ കട്ടത് ആരാണെന്ന് ചോദിച്ചാൽ എന്തിനാണ് ഷാഫി തോളിൽ ചെളിയുണ്ടോ എന്ന് നോക്കുന്നത്? പറയേണ്ടത് പറയാൻ ശേഷിയുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തെളിവുകൾ സമയമാകുമ്പോൾ പുറത്തുവിടുമെന്നാണ് മാധ്യമങ്ങളോടുള്ള പ്രതികരണം. EN സുരേഷ് ബാബു ഉന്നയിച്ചത് ആരോപണമല്ലെന്നും അധിക്ഷേപമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കിയത്. CPMന്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് ഇത്തരത്തിൽ അധിക്ഷേപം നടത്തിയിരിക്കുന്നത്. ഇയാളെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ CPM തയ്യാറാകണം. CPM സോഷ്യൽ മീഡിയയിൽ കുറെ പേരെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. അവർക്ക് ആരെയും എന്തും പറയാം. കേരളത്തിൽ CPMന് ഒരു നിയമവും അല്ലാത്തവർക്ക് വേറൊരു നിയമവുമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ആരോപണം ഉന്നയിക്കുകയല്ല, അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. CPMന്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് ഇത്തരത്തിൽ അധിക്ഷേപം നടത്തുന്നത്. ഇയാളെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ CPM തയ്യാറാകണം. ഷാഫി പരാതി നൽകിയാൽ അറസ്റ്റ് ചെയ്യുകയും വേണം. CPMകാർക്ക് മാത്രമാണ് പോലീസ് സ്റ്റേഷനുകളിൽ പരിഗണന നൽകുന്നത്. കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ അധിക്ഷേപം നടത്തുന്നത് CPM ആണ്. സോഷ്യൽ മീഡിയയിൽ കുറെ പേരെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. അവർക്ക് ആരെയും എന്തും പറയാം, ഒരു നടപടിയും സ്വീകരിക്കില്ല. സാധാരണക്കാർക്ക് വേണ്ടി എന്തെങ്കിലും നിലപാട് സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. കേരളത്തിൽ CPMന് ഒരു നിയമവും അല്ലാത്തവർക്ക് വേറൊരു നിയമമാണ്. അപ്പോൾ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. തെരഞ്ഞെടുപ്പ് കാലത്ത് CPM കുറെ ആളുകളെ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഞാൻ ഇതുവരെ കരുതിയിരുന്നത് CPM ജില്ലാ സെക്രട്ടറി എന്നത് വലിയ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റ് എന്നാണ്. ആ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് അധിക്ഷേപവുമായി രംഗത്തെത്തിയത്. CPM നടപടി എടുക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇവരുടെ സമീപമെന്ന് കാണാമെന്നാണ് VD സതീശൻ പ്രതികരിച്ചത്. ഷാഫി പറമ്പിലിനെതിരായ EN സുരേഷ് ബാബുവിന്റെ പരാമർശം കേരള രാഷ്ട്രീയത്തെ നടുക്കിയിരിക്കുകയാണ്. CPIMനകത്തും പ്രതികരണ വ്യത്യാസമുണ്ട്. കോൺഗ്രസിനകത്ത് ശക്തമായ പ്രതിരോധം. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ തുറന്ന വിമർശനം നടത്തി. എല്ലാം ചേർന്ന് വിവാദം കൂടുതൽ ചൂടുപിടിക്കുന്നു. ഇത് വെറും രാഷ്ട്രീയ ആരോപണമാണോ, അത് വ്യക്തിപരമായ അധിക്ഷേപമോ? തെളിവുകൾ പുറത്തു വരുന്നതുവരെ കാത്തിരിക്കുകയെന്ന നിലപാടിലാണ് CPIM നേതൃത്വം. എന്നാൽ കോൺഗ്രസും പ്രതിപക്ഷവും പറയുന്നത് വ്യക്തമാണ്, ഇത് അധിക്ഷേപമാണ്. നിയമം അതിന്റെ വഴിക്ക് പോകണം. 2026 തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും ഏറ്റുമുട്ടലുകൾക്കും വഴിയൊരുക്കുന്നതാണ് ഈ ആരോപണവും പ്രത്യാരോപണങ്ങളും. ഇനി തെളിവുകൾ പുറത്തു വരുമോ, പാർട്ടികൾ നടപടിയെടുക്കുമോ, വിവാദം ഒതുങ്ങുമോ എന്നത് അടുത്ത ദിവസങ്ങളാണ് വ്യക്തമാവുക.